الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين خاتم النبيين محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു മുസ്ലിം നിർബന്ധമായി മനസ്സിലാക്കേണ്ട അവൻ്റെ വിശ്വാസകാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിസാലയായ ഉസൂലു സലാസ എന്ന ഗ്രന്ഥം പരസ്പരം ചർച്ച ചെയ്യാനാണ്, പരസ്പരം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത് ഒന്നാമത്തെ മുഖദ്ദിമയിലെ 4 മസ്അലകളാണ്, 4 കാര്യങ്ങൾ. അതുപോലെ തന്നെ സൂറത്തുൽ അസ്റിൽ അടങ്ങിയിട്ടുള്ള മറ്റു ചില ഫായിദകളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. പിന്നീട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു. ആരാണ് ഷാഫിഈ? നമുക്ക് പരിചയമുള്ള, അറിയുന്ന ഉമ്മത്തിലെ ഇമാമായ അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹ്. ഷാഫിഈ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ വെല്ലുപ്പ, 4ാമത്തെ ജദ്ദിലേക്ക്, വെല്ലുപ്പയിലേക്ക് ചേർക്കുന്നതാണ്. 4ാമത്തെ വെല്ലുപ്പാൻ്റെ പേരാണ് ഷാഫിഈ. അദ്ദേഹത്തിലേക്കാണ് ഷാഫിഈ എന്ന് ചേർക്കുന്നത്. വഹു മിൻ ഖുറൈശ്, അദ്ദേഹം ഖുറൈശികളിൽ നിന്നുള്ളവനാണ്. അദ്ദേഹം ജനിക്കുന്ന ഹിജ്റ 150-ലും വഫാത്താകുന്നത് ഹിജ്റ 204-ലുമാണ്. 4 അഹ്ലുസുന്നയുടെ മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബിൻ്റെ ഇമാമാണ്. അങ്ങേയറ്റം വലിയ ഇൽമ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫിഖിലും ഹദീസിലും അഖീദയിലുമെല്ലാം വലിയ ഇൽമ് അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ലൗ മാ അൻസലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ഹുജ്ജതൻ, തെളിവായിക്കൊണ്ട്, അലാ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവായി ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, ഇല്ലാ ഹാദിഹി സൂറ, ഈ ഒരു സൂറത്തല്ലാതെ, അതായത് സൂറത്തുൽ അസ്ർ അല്ലാതെ മറ്റൊന്നും ഇറക്കിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിലും ലകഫതുഹും, അവർക്കത് മതിയായതായിരുന്നു, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മതിയായതായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്തിന് വിശദീകരിച്ചുകൊണ്ട് സാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയാണ്, ഈ ഒരു സൂറത്തിൽ അസ്ബാബു സആദ, സൗഭാഗ്യത്തിൻ്റെ കാരണങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സൗഭാഗ്യത്തിൻ്റെ കാരണങ്ങൾ ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? അൽ ഇൽം, അറിവ്, വൽ അമൽ, അറിവിനനുസരിച്ചുള്ള പ്രവർത്തനം, വദ്ദഅവത്ത്, അതിലേക്കുള്ള ക്ഷണം, വസ്സബ്ർ അലൽ അദാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങളെയും കുറിച്ച് ഉണർത്തുന്ന, അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ അസ്ർ. അതുകൊണ്ട് തന്നെ സലഫുകളിൽ നിന്ന് വന്ന പല റിവായത്തുകളിൽ, പല അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ഒരുമിച്ചിരുന്ന് പിരിയുന്ന സമയത്ത് പരസ്പരം സൂറത്തുൽ അസ്ർ പാരായണം ചെയ്ത് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സഹാബാക്കളിൽ നിന്ന് വന്നത് ദുർബലമാണെന്ന് മുഹദ്ദിസീങ്ങൾ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. പക്ഷെ അവരുടെ സലഫുകളിൽ നിന്നും
ഈ അസറുകൾ വന്നതായി കാണാൻ സാധിക്കും. മനുഷ്യരെ ഓർമ്മപ്പെടുത്താനും ഉപകരിക്കുന്ന വളരെ മഹത്വമേറിയ സൂറത്താണ് സൂറത്തുൽ അസ്ർ. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ 4 മസ്അലകളാണ് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും മുഴുവൻ നാം നോക്കിയാലും ഇതിൻ്റെ വിശദീകരണമാണ് ഉണ്ടായിരിക്കുക. ഖുർആനിലും സുന്നത്തിലും ഈ 4 മസ്അലകളുടെ, സൂറത്തുൽ അസ്റിൽ പറഞ്ഞ ഈ 4 മസ്അലകളുടെ വിശദീകരണമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, മൊത്തമായിക്കൊണ്ട് സൃഷ്ടികൾക്ക് ഈ സൂറത്ത് മതിയായതായിരുന്നു അവരുടെ മേലിൽ തെളിവായിക്കൊണ്ട്. ഈ സൂറത്ത് കണ്ടൊരു മനുഷ്യന്, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു മനുഷ്യന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല എൻ്റെ അടുക്കലേക്ക് തെളിവെത്തിയിട്ടില്ല എന്നുള്ളത്. കാരണം അത്രയും വിശാലമായിട്ടുള്ള ദീനിൻ്റെ മൊത്തം ഖുർആനിനും സുന്നത്തിനുള്ള അറിവുകളെ ചുരുക്കി സംക്ഷിപ്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തുൽ അസ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഇപ്രകാരം പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനർത്ഥം ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ ഒരു വാക്കിനർത്ഥം ജനങ്ങൾക്കെല്ലാത്തിനും ഇത് മതിയായതാണ് എന്നല്ല, ഒരിക്കലുമല്ല. ഇതിൽ നിസ്കാരത്തിൻ്റെ രൂപമുണ്ടോ, സക്കാത്തിൻ്റെ രൂപമുണ്ടോ? ഇല്ല. മറ്റ് അഖീദ വിഷയങ്ങളില്ല. പക്ഷേ മൊത്തമായിക്കൊണ്ട് മനുഷ്യൻ്റെ സൗഭാഗ്യത്തിനുള്ള 4 പ്രധാന ഘടകങ്ങളെ ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളൂ. ഇത് നമ്മൾ വിശദീകരിക്കണം എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ ഇത് ഇമാം ഷാഫി റഹിമഹുല്ലയിലേക്ക് സനദ് എത്തിയിട്ടില്ല എന്നല്ല അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അത് ഈ ഒരു വാക്ക് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതായി കൊണ്ട് ഉറച്ചിട്ടില്ല, സാബിത്തായി വന്നിട്ടില്ല എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ആലം. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് മാത്രം മതിയായത് എന്നല്ല അർത്ഥം, തെറ്റിദ്ധരിക്കരുതേ. മറിച്ച് ദുനിയാവിൽ പരലോകത്തിലും ഒരു മുസ്ലിമിൻ്റെ സൗഭാഗ്യത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. ഈ 4 ഘടകങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ, അതനുസരിച്ച് ജീവിച്ചാൽ അവൻ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് തെളിവാണ് എന്നുള്ളത്. പിന്നീട് അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വഖാല അൽ ബുഖാരിയു റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞു. ആരായിരുന്നു ഇമാം ബുഖാരി? വൽ ഇമാം മുഹമ്മദ് ഇബിൻ ഇസ്മായിൽ ഇബിൻ ഇബ്രാഹിം അൽ ബുഖാരി. അദ്ദേഹത്തിൻ്റെ പേരാണ് അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ബുഖാരി. ബുഖാരി എന്നുള്ളത് നിസ്ബത്തുൻ ഇലൽ ബുഖാറ എന്ന സ്ഥലത്തിലേക്ക് ചേർത്ത് പറയുന്നതാണ്. ബുഖാറ എന്നുള്ളത് ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ്, ഒരു നാടാണ്. ഇപ്പോഴത് എവിടെയാണ്? കസാക്കിസ്ഥാനോ ഉസ്ബെക്കിസ്ഥാനിലാണ് ഈ ഒരു നാട് ഉൾക്കൊള്ളുന്നത്. അദ്ദേഹം ഹദീസിൻ്റെ വലിയ ഹാഫിളായിരുന്നു, മുഹദ്ദിസായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആന് ശേഷം ദുനിയാവിൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥത്തിൻ്റെ ഉടമയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഫضലാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അറബി പോലും ആയിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് ബുഖാരിയിൽ പറഞ്ഞു, ബാബുൽ ഇൽം ഖബ്ലൽ ഖൗലി വൽ അമൽ. ബാബുൽ ഇൽം, ഇൽമിൻ്റെ ബാബ്. ഖബ്ലൽ ഖൗലി വൽ അമൽ, അത് ഇൽമ് പഠിക്കുക എന്നുള്ളത് ഖൗലിനും അത് പഠിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് ചെയ്യേണ്ടതാണ്. ആദ്യം ഇൽമാണ് ആവശ്യമുള്ളത്. സഹോദരങ്ങൾ, ആദ്യം അറിവ് നേടണം, പിന്നീട് അത് അമലാക്കണം, പിന്നീട് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതാണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ നിന്നും സഹാബത്തിൻ്റെ സുന്നത്തിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ, സ്വഹീഹ് ബുഖാരി പോലുള്ള ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് ഇതിനുള്ള തെളിവ്? അതും അദ്ദേഹം പറഞ്ഞു, വദ്ദലീൽ, അതിനുള്ള തെളിവ് എന്താണ്? ഫഅലം, നീ മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നീ പഠിക്കുക, മനസ്സിലാക്കുക, അറിയുക. എന്താണ്? അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല.
അതാദ്യം നീ മനസ്സിലാക്കണം, പഠിക്കണം, ആദ്യം അറിവ് നേടണം. വസ്തഗ്ഫിർ ലിദംബിക്, പിന്നീട് നീ ഇസ്തിഗ്ഫാർ തേടുക. വലിൽ മുഅ്മിനീൻ, നിന്റെ പാപത്തിനും മുഅ്മിനീങ്ങളുടെ പാപത്തിനും വേണ്ടി. ഇവിടെ സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുകയാണ്, ആദ്യം അദ്ദേഹം ഹൈസ് ബദ ബിൽ ഇൽമിനെ കൊണ്ട് ആരംഭിച്ചു. വസ്തഗ്ഫിർ ഹാദാ വൽ അമൽ, പിന്നീടാണ് അമലിനെ പറഞ്ഞത്. ആദ്യം ഇൽമിനെയാണ് സൂചിപ്പിച്ചത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ദഅവത്ത് എത്തിക്കണമെങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അറിവ് നമ്മുടെ അടുക്കൽ വേണം. കൃത്യമായിട്ടുള്ള അറിവ് നമ്മുടെ അടുക്കൽ വേണം. അത് നമ്മൾ ഇൽമ് നമ്മൾ പഠിക്കണം. പിന്നീട് അത് ജീവിതത്തിൽ പകർത്തണം. പഠിച്ചത് ജീവിതത്തിൽ പകർത്തണം. പിന്നീടാണ് ജനങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടത്. അതിനർത്ഥം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആകണമെന്നല്ല, വലിയ ഇമാമിങ്ങളെ പോലെ വലിയ ഇൽമ് നേടണമെന്നല്ല. പഠിച്ച കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണത്. നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രയാസ ഘട്ടമാണ് ഇൽമില്ലാതെ, യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അറിവില്ലാതെ ആളുകൾ പല വിഷയങ്ങളിൽ, ദീനിൻ്റെ വിഷയങ്ങളിൽ സംസാരിക്കുന്നതായി കാണാൻ സാധിക്കും. പല വിഷയങ്ങളിൽ സംസാരിക്കുന്നതായി കാണാൻ സാധിക്കും. വലിയ സ്റ്റേജുകൾ കെട്ടി, വലിയ തോരണങ്ങൾ തൂക്കി ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുന്നതായി കാണാൻ സാധിക്കും. ഉമ്മത്തിനെ വഴിതെറ്റിക്കുന്ന ദലാലത്തിൻ്റെ പണ്ഡിതന്മാരുടെ വേഷം കെട്ടിയ ദലാലത്തിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ ദീനുൽ ഇസ്ലാമിൽ കൃത്യമായി കൊണ്ട് വിഷയം പഠിച്ചതിന് ശേഷമാണ് അത് ജീവിതത്തിൽ പകർത്തിയതിന് ശേഷമാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ മുഖദ്ദിമ, ഒന്നാമത്തെ മുഖദ്ദിമ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മുഖദ്ദിമ ആമുഖം അദ്ദേഹം തുടങ്ങാണ്. മോഹൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, യഅലം, നീ മനസ്സിലാക്കുക, റഹിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. യഅലം, നീ അറിയുക, മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ഇവിടെ ഇൽം എന്നുള്ളതിന് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അതിന് നൽകിയ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. തഅല്ലം, നീ പഠിക്ക്. വഫ്ഹം, നീ മനസ്സിലാക്ക്. വതയഖിൻ, നീ ദൃഢതയുണ്ടാക്ക്, യഖീൻ ഉണ്ടാക്ക്. ഇൽമെന്ന് പറഞ്ഞാൽ അത് യഖീനായതാണ്, ദൃഢതയുള്ളതാണ്. സംശയമുള്ളത് എന്തല്ല, ഇൽമായി പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റഹിമക്കല്ലാഹ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ എന്ന് ദുആ ചെയ്യാൻ. ആർക്ക് വേണ്ടി? പുസ്തകം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അതൊരു പണ്ഡിതൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. തൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അതിൻ്റെ വിശദീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ, തീർച്ചയായിട്ടും കാര്യം യജിബു, നിർബന്ധമാണ്. എന്താണ് യജിബു എന്ന് പറഞ്ഞാൽ? അൽ വുജൂബ്. വുജൂബ് എന്ന് പറഞ്ഞാൽ ഉസൂലിങ്ങളുടെ അടുക്കൽ, ഉസൂലുൽ ഫിഖിൻ്റെ ആളുകളുടെ അടുക്കൽ അത് പറയും, മാ യുസാബു ഫായിലുഹു വ യുആഖബു താരിഖുഹു, പ്രവർത്തിക്കുന്ന ആൾക്ക് പ്രതിഫലം ലഭിക്കുന്നത്, ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് വാജിബായത്, യജിബു നിർബന്ധമായത് എന്നെല്ലാം പറയുക. ഇവിടെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ശൈഖ് അവറുകൾ പറയാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം പറയാണ്, അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും, അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. വ മുസ്ലിമത്തിൻ, എല്ലാ മുസ്ലിമത്തിൻ്റെ മുകളിലും നിർബന്ധമാണ്. തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ, ഇനി പറയാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട മസ്അലകൾ പഠിക്കലും വൽ അമലു ബിഹിന്ന, അവയെ കൊണ്ട് അമലാക്കലും, ജീവിതത്തിൽ അമലാക്കലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് സഹോദരങ്ങളെ, ഇവിടെ എന്തുകൊണ്ട് അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്ന് കൊടുത്തു? മുസ്ലിമിനും മുസ്ലിമത്തിനും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
ദീനുൽ ഇസ്ലാമിൽ പുരുഷന്റെ മേൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് സ്ത്രീക്കും ഉൾപ്പെടുന്നതാകുന്നു. ഏതുവരെ? സ്ത്രീക്ക് അത് ഉൾപ്പെടുകയില്ല, ആ വിധി സ്ത്രീക്ക് ബാധകമല്ല എന്നുള്ളത് മറ്റ് തെളിവുകളെ കൊണ്ട് തെളിയിക്കുന്നത് വരെ നിർബന്ധമാകുന്നു. ഇവിടെ ശേഖാറുകൾ ഒന്നുകൂടി തഅക്കീദ് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ മുസ്ലിമിനും എല്ലാ മുസ്ലിമത്തിൻ്റെയും മുകളിൽ നിർബന്ധമാണ് ഈ 3 മസ്അലകൾ പഠിക്കൽ. ഏതാണ്? സലാസ് മസായിൽ, 3 മസ്അലകൾ പഠിക്കണമെന്ന് പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 മസ്അലകളാണ് ഇനി അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇനി പറയുന്നത് പഠിക്കാതിരുന്നാൽ, ജീവിതത്തിൽ പകർത്താതിരുന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കുറ്റക്കാരാകും. വളരെ പ്രധാനപ്പെട്ട 3 മസ്അലകളാണ് ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രണ്ടാമത്തെ മുഖദ്ദിമയിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അൽ ഊല, ഒന്നാമത്തേത്, അന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖലഖന, നമ്മെ സൃഷ്ടിച്ചു, വറസഖന, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകി, ഉപജീവനം നൽകി, വലം യത്റുക്നാ ഹമല, നമ്മെ വെറുതെ വിട്ടിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് റിസ്ക് നൽകി, അതിനുശേഷം അവനെ വെറുതെ വിട്ടിട്ടില്ല. അതിലൊന്നാമത്തേത് അന്നല്ലാഹ ഖലഖന. എന്താണ് അതിൻ്റെ ഉദ്ദേശം? സാലിഹ് ഫൗസാൻ ഹഫിദുല്ലാഹ് പറയുന്നു, ഔജദനാ മിനൽ അദം, ഒന്നും ഇല്ലായ്മയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. ഫനഹ്നു മിൻ ഖബ്ലി അൻ യഖ്ലുഖനാ ലം നകു ശൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിലെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന് വന്നെത്തിയിട്ടില്ലയോ, ഹീനും മിനദ് ദഹർ, കാലഘട്ടത്തിൽ നിന്നും ദീർഘമായിട്ടുള്ളൊരവസ്ഥ. എന്തായിരുന്നു? ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയാൻ സാധിക്കാത്ത രൂപത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, പറയാൻ പോലും ഇല്ലാത്തൊരവസ്ഥ മനുഷ്യന് ഉണ്ടായിട്ടില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. നമ്മളില്ലാത്തൊരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ മനുഷ്യനുണ്ടായിട്ടില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിലെ 9-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, ഖാല കദാലിക, അല്ലാഹു പറഞ്ഞു കദാലിക, അപ്രകാരം, ഖാല റബ്ബുക, നിൻ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിനുൻ, അല്ലാഹുവിന് അത് വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു. വഖദ് ഖലഖതുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചു, മിൻ ഖബ്ലു, അതിനു മുമ്പ്, വലം തകു ശൈആ, നീ ഒന്നും അല്ലാതിരുന്നതിൽ നിന്നും, നിന്നെ ഒന്നുമില്ലാതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഖുദ്റത്താണ്, ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുമായിരുന്നില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. അർ റഹ്മാൻ ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ, റബ്ബിൻ്റെ നാമം കൊണ്ട്. എങ്ങനെയുള്ള റബ്ബ്? അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ റബ്ബ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാത്തിനെയും, അതിലൊരു തർക്കം വേണ്ട, അതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല ഒരു മുസ്ലിമിന്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക്, യുവാക്കൾക്കിടയിൽ സംശയമുണ്ടാക്കുന്ന ചില കാര്യമാണിത്. പരിണാമത്തിലൂടെയാണ് മനുഷ്യൻ വന്നിട്ടുള്ളത്. ആദ്യം കുരങ്ങായിരുന്നു, അതിനു മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു തന്മാത്ര ഉണ്ടായി, പെട്ടെന്നൊരു തന്മാത്ര ഉണ്ടായി, പെട്ടെന്ന് ഞങ്ങൾ തന്മാത്ര ഉണ്ടാവുന്ന ഒന്നുമില്ലായ്മയിൽ നിന്നും
പിന്നീടത് മറ്റൊരു ജീവിയായി, പിന്നീട് തന്മാത്രകൾ കൂടി, പിന്നീടത് ഒരു ഏകകോശ ജീവിയായി, പിന്നെ ബഹുകോശ ജീവിയായി, പിന്നീട് മത്സ്യമായി, മത്സ്യത്തിൽ നിന്നും പല രൂപത്തിലുള്ള ജീവികൾ വന്ന് അവസാനം മനുഷ്യനായി. അങ്ങനെയാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾക്കാണ് മനുഷ്യൻ എന്ന് പറയാം. ആദമിന്റെ മക്കൾക്ക്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരക്കാണ് മനുഷ്യൻ എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൂറിലെ 35-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല, അവരെ സൃഷ്ടിച്ചത് അവർ തന്നെയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് ആദ്യമായി കൊണ്ടും പിന്നീടുള്ള കുഫാരിങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വചനാണിത്. അവരൊന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, വെറുതെ ഉണ്ടായതാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. അതല്ല, അവർ തന്നെയാണ് അവർ സൃഷ്ടിച്ചത്, നമ്മൾ സൃഷ്ടിച്ച നമ്മളാണ്. നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കും മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ തന്നെയാണ്? ഇല്ല, സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ മനസ്സിലാക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്, അതിൽ സംശയം ഉണ്ടാവില്ല. ബുദ്ധിയുള്ള ഒരു മനുഷ്യന് സംശയം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞു വറസഖന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകി. എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ? സാലിഹ് ഫൗസാൻ ഹഫിദുല്ലാഹ് പറയുന്നു, ലമ്മാ കുന്നാ നഹ്താജു ഇല റിസ്ക് ഇല അത്ത്അാം വശറാബ് വൽമലാബിസ് വൽമസാകിൻ വറാഖിബ് വമസാലിഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അങ്ങേയറ്റ ആവശ്യക്കാരായിരുന്നു. റിസ്കിന് വേണ്ടി എന്തെല്ലാമാണ് റിസ്ക്? ഭക്ഷണം, വെള്ളം, വസ്ത്രം, പാർപ്പിടം, വാഹനം, ചികിത്സ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉപജീവനത്തിൽപ്പെടും. ഭൗതികമായ റിസ്ക് രണ്ട് വിധമുണ്ട്. ഒന്നാമത്തേത് ഭൗതികമായിട്ടുള്ള റിസ്ക്, അതാണ് ഭക്ഷണം, പാനീയം, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ചികിത്സ, പാർപ്പിടം പോലുള്ളവ. രണ്ടാമത്തേത് മനുഷ്യൻ്റെ റൂഹിന് വേണ്ട റിസ്ക്, അത് ഇൽമാണ്, ഇൽമു ശറഈയാണ് മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ട, റൂഹിന് വേണ്ട, മനുഷ്യൻ്റെ മനസ്സിന് വേണ്ട റിസ്ക്. രണ്ട് റിസ്ക് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റിസ്ക് നൽകുന്നവൻ. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകി, നമ്മൾ അങ്ങേയറ്റം ആവശ്യക്കാരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായിക്കൊണ്ട് ആകാശഭൂമികളിലുള്ളത് കീഴ്പ്പെടുത്തി നൽകി എന്നുള്ളതാണ്. നമ്മുടെ മസ്ലഹത്തിന് വേണ്ടി, നമ്മുടെ ഖൈറിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് മുമ്പിൽ എളുപ്പമാക്കി നൽകി. എന്നിട്ട് പറഞ്ഞു, വലം യത്റുക്നാ ഹമല, വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല. എന്താണ് ഹമൽ എന്ന് പറഞ്ഞാൽ? ഹുവ ശൈഉൽ മുഹ്മലു അൽ മത്റൂഖു അല്ലദീ ലാ യുഅബഉ ബിഹി ഫല്ലാഹു ഖലഖനാ വറസഖനാ ലിഹിക്മ. വെറുതെ ആവശ്യമില്ലാതെ, വെറുതെ ഒരു വിനോദത്തിന് വേണ്ടി എന്ത് ചെയ്തല്ല, സൃഷ്ടിച്ചതല്ല, റിസ്ക് നൽകിയതല്ല. മറിച്ച് എന്താണ്? ഹിക്മത്തിന് വേണ്ടി, കൃത്യമായിട്ടുള്ള യുക്തി അതിൻ്റെ പിന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ വചനത്തിൽ, അഫഹസിബതും, നിങ്ങൾ വിചാരിച്ചുവോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെ ഒരു വിനോദത്തിന് സൃഷ്ടിച്ചതാണ് എന്നുള്ളത്. വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടോ അവനെ വെറുതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതില, നാം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല, അവർക്കിടയിലുള്ളതും ബാത്തിലായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല ഭൂമിയും ആകാശവും അവക്കിടയിലുള്ളതൊന്നും. ദാലിക ളന്നുല്ലദീന കഫറു, വെറുതെ സൃഷ്ടിച്ചതാണ് എന്നുള്ള വിചാരം ആരതാണ്?
കഫറു സത്യനിഷേധികളുടെ വിചാരമാണ്. ഫവൈലുൻ ലില്ലദീന കഫറു മിനന്നാർ സത്യനിഷേധികൾക്ക് നരകത്തിൽ നിന്നുള്ള നാശമുണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറുതെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സൃഷ്ടിച്ച് വെറുതെയാണ്, ബാത്തിലായിക്കൊണ്ട് സൃഷ്ടിച്ചതാണ്, നമുക്ക് റിസ്ക് നൽകുന്നത് ബാത്തിലാണ് എന്ന് വാദിക്കുന്നവർ അത് സത്യനിഷേധികളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അവരുടെ വാദമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അതിന് കൃത്യമായിട്ടുള്ള ഹിക്മത്തുണ്ട്, കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിനുള്ള പ്രധാന ലക്ഷ്യമാണ് ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ. അടുത്ത ആയത്തിൽ പറയാൻ വമാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഞാൻ അവരിൽ നിന്നും യാതൊരു ഉപജീവനവും ഒരു റിസ്ക്കും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവർ റസ്സാഖു അവനാണ് റിസ്ക് നൽകുന്നവൻ, ദുൽ ഖുവ്വത്തിൽ മത്തീൻ ഖുവ്വത്തും മത്തീനത്തും ഉള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിലെ 56 മുതൽ 58 വരെയുള്ള വചനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, റിസ്ക് നൽകി, വെറുതെ വിട്ടിട്ടില്ല. മറിച്ച് അള്ളാഹുന് നൽകേണ്ട ഇബാദത്ത്, അള്ളാഹുന് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ അള്ളാഹുന് മാത്രം നൽകണം എന്നുള്ളതാണ് നമ്മൾ സൃഷ്ടിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബൽ അർസല ഇലൈനാ റസൂല മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പ്രവാചകനെ നിയോഗിച്ചു. പ്രവാചകനെ നിയോഗിച്ചു. ബൽ അർസല ഇലൈനാ റസൂല പ്രവാചകനെ നമ്മളിലേക്ക് നിയോഗിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, അവനക്ക് നൽകേണ്ട റിസ്ക് നൽകി. അവനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്നും പറഞ്ഞു, എന്തിന്? ഇബാദത്തിന് വേണ്ടി. എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരാളെ നോക്കി അല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാരെ കാരണവന്മാരെ നോക്കിക്കൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരാൾക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും? അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ സാധിക്കുകയില്ല. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? മനുഷ്യർക്ക് എങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് അർപ്പിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകണമെന്ന് പഠിപ്പിക്കാനും എപ്രകാരം ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്തിൽപ്പെട്ട നിഅമത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നുള്ളത്. നമ്മളിലേക്ക് അയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ നമുക്ക് കൃത്യമായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ നിന്നും വിട പറയുമ്പോൾ കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതായിട്ട് സ്വഹാബാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും. പല സ്വഹാബാക്കളും പറയുന്നതായി കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അവർ പറയുന്നതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആകാശത്തു കൂടി പറക്കുന്ന ഒരു പക്ഷിയുടെ വിഷയത്തിൽ വരെ ഞങ്ങൾക്ക് അറിവ് നൽകിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എന്നുള്ളത്. കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, വബയ്യന വവല്ലഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി വിശദീകരിച്ചു. വതറക്ന അലൽ മഹജ്ജത്തിൽ ബൈളാ ഒരു വെളുത്ത പാതയിൽ, വെളിച്ചമുള്ള പാതയിൽ നമ്മൾ ഉപേക്ഷിച്ചു. ലൈലുഹാ കനഹാരിഹാ ആ പാതയിലെ രാത്രി പകൽ പോലെയാണ്. ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക് ആ പാതയിൽ നിന്നും വ്യതിചലിച്ചു പോവുക നശിച്ചവനല്ലാതെ മറ്റാരുമല്ല.
നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദീനിൻ്റെ അടിസ്ഥാനം അഖീദയാകട്ടെ മൻഹജാകട്ടെ വളരെ എളുപ്പമുള്ളതാണ്. ഏതൊരു മനുഷ്യനും സാധാരണക്കാരനും മനസ്സിലാകുന്നതാണ്. ഏത് ബുദ്ധിയുള്ള ആൾക്കും ഏത് സാധാരണക്കാരനും വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ. സൂഫിയാക്കൾ പറയുന്നത് പോലെ അതൊക്കെ വലിയ ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇന്ന പദവിയിലേക്ക് എത്തിയ കുത്തുബായാലേ അല്ലെങ്കിൽ ജതുബായാലേ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദീന് ഇല്ല, അതില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന് ഏതൊരു മനുഷ്യനും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് സ്വഹാബത്തിനടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് വ്യത്യസ്ത മേഖലയുള്ള ആളുകളായിരുന്നു. അതിൽ അജമികൾ, അറബികളല്ലാത്ത ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറബികളുണ്ടായിരുന്നു. അറബികളിൽ തന്നെ ഗ്രാമവാസികളുണ്ടായിരുന്നു, പട്ടണവാസികളുണ്ടായിരുന്നു, വലിയ കച്ചവടക്കാരുണ്ടായിരുന്നു, വലിയ ചിന്താഗതിയുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചെറിയ ജീവിതത്തിൽ കൃഷിയും മറ്റു കാര്യങ്ങളും വിരക്തിയുമായി ജീവിക്കുന്ന സ്വഹാബാക്കളുണ്ട്. പല രൂപത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും കൃത്യമായി കൊണ്ട് ദീൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ വളരെ കൃത്യമാണ് എന്നുള്ളത്. ഇവിടെ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്നിട്ട് പറയാണ് ഫമൻ അതാഅഹു, ആരെങ്കിലും ആ പ്രവാചകനെ അനുസരിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാഹു, ആരെങ്കിലും ആ പ്രവാചകനെ ധിക്കരിച്ചാലോ ദഖലന്നാർ, നരകത്തിൽ പ്രവേശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് ആരെങ്കിലും പ്രവാചകനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. സൂറത്തുൻ നിസായിലെ 50-ാമത്തെ വചനം, മൻ യുതഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹുവിനെ അനുസരിക്കണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. അതുപോലെ തന്നെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനം, വമാ അർസൽന, ഞാൻ നിയോഗിച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു പ്രവാചകനിൽ നിന്നും ഒരു പ്രവാചകനെ ഞാൻ നിയോഗിച്ചിട്ടില്ല, ഇല്ലാ ലിയുതാഅ, അനുസരിക്കപ്പെടാനല്ലാതെ, ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി. പ്രവാചകന്മാരെ അനുസരിക്കണം, അത് അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ്. അതുപോലെ തന്നെ സൂറത്ത് നൂറിലെ 54-ാമത്തെ വചനം, വൈൻ തുതീഉഹു തഹ്തദു, നിങ്ങൾ അദ്ദേഹത്തെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ ഹിദായത്തിലാകും. അതുപോലെ തന്നെ സൂറത്ത് നൂറിലെ 56-ാമത്തെ വചനം, വഅതീഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ പ്രവാചകനെ അനുസരിക്കൂ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ലഭിക്കുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും, നിങ്ങൾ എല്ലാവരും, യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. നിങ്ങളിൽ നിന്നും എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബ, ഒരുത്തനൊഴികെ, അബ, വിസമ്മതിച്ചവൻ. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, വമൻ യഅബ, ആരാണ് വിസമ്മതിച്ചവൻ, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചവൻ? ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ ഫഖദ് അബ, അവൻ വിസമ്മതിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ പറഞ്ഞത് കൃത്യമായി കൊണ്ട് വിശ്വസിക്കുക, നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് നിർവഹിക്കുക, വിട്ടുനിൽക്കാൻ പറഞ്ഞ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി കൊണ്ട് വിട്ടുനിൽക്കുക, വാജിബാക്കി നിർബന്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് പുലർത്തുക എന്നുള്ളതാണ്. പരമാവധി ജീവിതത്തിൽ സുന്നത്തുകൾ അധികരിപ്പിക്കുക. ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. എന്നിട്ട് അതിനുള്ള തെളിവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയാണ്. വദ്ദലീലു ഖൗലുഹു തആല, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദാൻ,
അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖദൻ വബീല. ഇന്ന അർസൽന, തീർച്ചയായിട്ടും നാം നിയോഗിച്ചു. ഇവിടെ ഇന്ന അർസൽന, ഇന്ന എന്നുള്ളത് നാം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം നിയോഗിച്ചു, അതായത് ഞങ്ങൾ. എന്തുകൊണ്ടാണ് അവിടെ ഇന്ന എന്ന് ഉപയോഗിച്ചത്? സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, ഹാദാ ളമീറുൽ മുഅല്ലമുൻ നഫ്സഹു, സ്വന്തം നഫ്സിനെ, സ്വന്തത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അറബിയിൽ ഇപ്രകാരം നാം, ഞാൻ എന്നുള്ളതിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അർസൽനാ ഇലൈക്കും, നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിയോഗിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്, റസൂലൻ, പ്രവാചകൻ, ഷഹീദൻ അലൈക്കും, നിങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട്, കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചതുപോലെ, നമ്മളിലേക്ക് നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിർഔനിലേക്ക് നിയോഗിച്ച പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫഅസാ ഫിർഔൻ, എന്നാൽ ഫിർഔനാകട്ടെ ആ പ്രവാചകനെ, ഫഅസാ ഫിർഔനു റസൂല, ആ പ്രവാചകനെ ധിക്കരിച്ചു, അദ്ദേഹത്തെ പിൻപറ്റിയില്ല. ഫഅഖദ്നാഹു അഖദൻ വബീല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെ അദ്ദേഹത്തെ ഒരു പിടുത്തം പിടിച്ചു, ശക്തമായിട്ടുള്ള പിടുത്തം അവിടെ പിടിച്ചു എന്നുള്ളതാണ്. ഇവിടെ സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും, ഫിർഔനും സമൂഹവും അദ്ദേഹത്തിൻ്റെ ആളുകൾ, ഫിർഔൻ്റെ ആളുകളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രൂപത്തിലാണ് അവരെ ശിക്ഷിച്ചത്. 3 ശിക്ഷകൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തേത് ദുനിയാവിൽ അവർക്ക് ലഭിച്ച മുങ്ങിമരണം, എല്ലാവരും മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തേത് അന്നഹും യുഅദ്ദബൂന ഫിൽ ബർസഖ് ഇലാ അൻ തഖൂമ അസ്സാഅ, അന്ത്യനാൾ വരുന്നത് വരെ അവർ ബർസഖിൽ, അതായത് ഖബർ ജീവിതത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ ഗാഫിർ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കിയതാണ്. അന്നാറു യുഅറദൂന അലൈഹാ ഖുദുവൻ വ അശിയ്യ, അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തെ കാണിച്ചുകൊണ്ടേയിരിക്കും, നരകത്തെ കാണിച്ചുകൊണ്ടേയിരിക്കും, ഭയപ്പെടുത്തും, അവർക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അന്നഹും ഇദാ ബുഇസു യൗമൽ ഖിയാമ, പരലോകത്ത് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ യദ്ഖുലൂന അശദ്ദൽ അദാബ്, അവർ കഠിനമായിട്ടുള്ള ശിക്ഷയിലേക്ക് പ്രവേശിക്കും, കഠിനമായിട്ടുള്ള ശിക്ഷയിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വകദാലിക, പ്രകാരം തന്നെ, മൻ അസാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ധിക്കരിച്ചാൽ അവൻക്കും അതുപോലെ ലഭിക്കും. എന്ന് മാത്രമല്ല, ഫഇന്ന മആലഹു അശദ്ദു മആലി ഖൗമി ഫിർഔൻ, ഫിർഔന്റെ ഖൗമിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാൽ ലഭിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്? ലിഅന്ന മുഹമ്മദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവ അഫ്ളലുർ റുസുൽ, പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ്. ഫമൻ അസാഹു, ആരെങ്കിലും അദ്ദേഹത്തെ ധിക്കരിച്ചാൽ തകൂനു ഉഖൂബതുഹു അശദ്, അവൻക്കുള്ള ശിക്ഷയും കഠിനമായിരിക്കും എന്നുള്ളതാണ്. കഠിനമായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാതിരുന്നാൽ. അപ്പോൾ ഒന്നാമത്തെ അസ്ൽ, രണ്ടാമത്തെ മുഖദ്ദിമയിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഇന്നല്ലാഹു ഖലഖന, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, വറസഖന, റിസ്ക് നൽകി, വലം യത്റുകന ഹമല, നമ്മളെ വെറുതെ വിട്ടിട്ടില്ല, ബൽ അർസല ഇലൈന റസൂല, മറിച്ച് നമ്മളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു, ബൽ അർസല ഇലൈന റസൂല, മറിച്ച് പ്രവാചകന്മാരെ നമ്മളിലേക്ക് നിയോഗിച്ചു. എന്തിനു വേണ്ടി? എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കാം, ഏതെല്ലാം രൂപത്തിലാണ് ഇബാദത്തുള്ളത്, ഏതെല്ലാം വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നു. ആ പ്രവാചകനെ ധിക്കരിച്ചാൽ, ആ പ്രവാചകൻ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അതാഅഹു
ദഖലൽ ജന്ന വമൻ അസാഉ ദഖലൻ നാർ. ആ പ്രവാചകനെ ധിക്കരിച്ചാൽ നരകത്തിൽ പ്രവേശിച്ചു, ആ പ്രവാചകനെ അനുസരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതിനുള്ള തെളിവും പറഞ്ഞു. കമാ അർസൽനാ ഇലൈക്കും റസൂലൻ കമാ ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും ഇന്നാ അർസൽനാ ഇലൈക്കും റസൂല. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നു. ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട്. കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചതുപോലെ നമ്മളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നു. ഫഅസാ ഫിർഔൻ, എന്നാൽ ഫിർഔൻ ആ പ്രവാചകനെ ധിക്കരിച്ചു. ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖദൻ വബീല. അതുകൊണ്ട് തന്നെ ആ ഫിർഔന് ശക്തമായിട്ടുള്ളൊരു പിടുത്തം നാം പിടിക്കുകയും ചെയ്തു. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാൽ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ജീവിതത്തിൽ പാലിക്കാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അതുപോലെ പിടിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നാമത്തെ അസ്ല്, രണ്ടാമത്തെ മുഖദ്ദിമയിലെ ഒന്നാമത്തെ അടിസ്ഥാനമാണ് ഇവിടെ പറഞ്ഞത്, ഒന്നാമത്തെ മസാലയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ മസാല നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك.